ഇത് ചങ്ങരം വെറ്റ്ലാൻഡ്സ്, പക്ഷി നിരീക്ഷകരുടെ പർദീസ, പ്രകൃതി സ്നേഹികളുടെ ഇഷ്ടകേന്ദ്രം, പ്രണയ ജോഡികളുടെ ഏതിൻ തോട്ടം. ഇതാണ് ചങ്ങരം. ഇതൊരു സ്വാഭാവിക ഭൂപ്രകൃതിയാണ്, അല്ലാതെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യപ്പെട്ട സ്ഥലമല്ല. ഈ കാണുന്ന പൊക്കാളിപ്പാടങ്ങളിൽ കൃഷിയില്ലാതായിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. ഈ പൊക്കാളിപ്പാടങ്ങൾക്കപ്പുറം 60-ൽ അധികം കുടുംബങ്ങൾ ജീവിക്കുന്നു. കൃഷിയില്ലാതായതോടെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. പരിസ്ഥിതി നാശമുണ്ടായാലും, ജനവാസ മേഖലയിൽ വെള്ളം കയറിയാലോ, വീടുകൾ നശിച്ചാലോ തങ്ങൾക്കൊന്നുമില്ല. തങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കുക അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘമാണ് ഇവരുടെ ജീവിതം ദുരിതപൂർണമാക്കിയത്. ചങ്ങരം ചേരിങ്കൽ നിവാസികൾക്കും ചിലത് പറയുവാനുണ്ട്. അതെന്താണെന്ന് നമ്മൾക്ക് കേൾക്കാം. ഇതേ കോടന്തുരുത്ത് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡായ ചേരുങ്കൽ എന്ന സ്ഥലമാണ്. ഈ ചേരുങ്കൽ എന്ന സ്ഥലത്തെ കമ്പനിപ്പടി പടിഞ്ഞാപ്പുറത്ത് ജോമോൻ എന്നയാൾ വന്ന് ചാല് പിടിച്ചിട്ട് ഏതാണ്ട് ഒരു 6 മാസക്കാലമായി പൊഴിയിലുള്ള സർവ്വ ഉപ്പുവെള്ളവും കയറ്റിവിട്ട് വെള്ളം കയറ്റി ഞങ്ങളുടെയൊക്കെ വീട് എല്ലാം വെള്ളത്തിന് വീടിൻ്റെ പൊക്കത്തിൽ വെള്ളം വരികയും വീടെല്ലാം വിണ്ട് നിൽക്കുകയാണ്. ജീവിതം തന്നെ ആകെ ബുദ്ധിമുട്ടിൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങ്, മാവ്, കമുക ഇതെല്ലാം ഉണങ്ങി നശിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ മനുഷ്യജീവിതം അല്ലാത്തൊരു കഷ്ടമായ ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വീടെല്ലാം തകർന്നിരിക്കുകയാണ്. ചാൽ കോൺട്രാക്ടറിന് എല്ലാ ദിവസവും വെള്ളം കയറ്റിവിടുക ഈ ചാല് പിടിച്ച സ്ഥലത്തേക്ക് പോലും വരാറില്ല. പാടശേഖരം സെക്രട്ടറി പ്രസിഡൻറ്റ് എന്ന ആളുകൾ ഈ നാട്ടിലേക്ക് വരാറ് പോലുമില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അവിടെയൊക്കെ മുങ്ങിക്കിടക്കേണ്ട വെള്ളം കയറിയിരിക്കുകയാണ്, കാട് പിടിച്ചു, ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും വരാൻ മാർഗ്ഗമില്ല. അവർ നല്ല ഉയർന്ന സ്ഥലങ്ങളിൽ നല്ല വീട് വെച്ച് താമസിക്കുമ്പോൾ ഈ പാവങ്ങളായ ഞങ്ങളെ വെറും ആടുകളെ പട്ടികളാക്കിക്കൊണ്ടുള്ള രീതിയാണ് ഇവിടുത്തെ പാടശേഖരം സെക്രട്ടറിയും പ്രസിഡൻറ്റും ചെയ്യുന്നത്. ഇല്ലാത്ത കൈക്കൂലി ആൾക്കാരനോട് മേടിച്ചുകൊണ്ട് സർക്കാർ വെള്ളം കയറാതിരിക്കാൻ കെട്ടിത്തന്ന കരിങ്കല്ല് പോലും വെട്ടി നശിപ്പിച്ച് കഴിവായാക്കിക്കൊണ്ട് അവിടുന്ന് മത്സ്യം പിടിച്ച് എടുക്കുകയാണ് അവർ. ഞങ്ങൾ എത്രയും ദുഃഖത്തിലായിരുന്നിട്ടും ഒരാൾ പോലും ഇങ്ങേറ്റം ഭരണകക്ഷി പോലും ഈ നാട് അറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആരായിട്ടെങ്കിലും വന്ന് ഞങ്ങളുടെ ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു നല്ല സംരംഭം ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഞങ്ങൾ കോടന്തുരുത്ത് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളാണിത്. ഇവിടെ വർഷങ്ങളായി ഈ പാടശേഖരം കൃഷി എന്ന് പറയണത് 25 വർഷത്തോളം കൃഷി ഇറക്കിയിട്ട്. എന്നാൽ കൃഷി ഓഫീസിൽ ഫയലുകൾ പരിശോധിച്ചാൽ ആ ഫയലിൽ കാണാം എത്ര വർഷം അവിടെ നിന്ന് കൃഷി ഓഫീസിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ഇവിടെ എവിടെയെങ്കിലും ഇച്ചിരി തെളിഞ്ഞ ഭാഗത്ത് കൂമ്പൽ കോരി ആ കൂമ്പൽ കൊത്തി നിർത്തി അതിൻ്റെ പുറത്ത് വിത്ത് തൂളി കാണിച്ച് ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും കൂടി നിന്ന് ഫോട്ടോ എടുത്ത് പോയി പിന്നെ വരണത് കൃഷി നശിച്ചു പോയെന്നുള്ള റിപ്പോർട്ട് കൊടുക്കാനാണ് വന്നത്. ഇത് ഞങ്ങൾ ദൈനംദിനമായിട്ട് ഈ മത്സ്യം പിടിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന, വെള്ളം പറ്റിക്കഴിയുമ്പോൾ മത്സ്യം പിടിച്ച് അതിൻ്റെ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ഞങ്ങൾ ഉപജീവനം കഴിച്ചു പോകുന്നു. പച്ചക്കറി വെച്ച് അത് കഴിഞ്ഞ് പച്ചക്കറി ഈ എല്ലാം 67 വീടുണ്ട് ഇവിടെ. ഈ 67 വീടും പച്ചക്കറി കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. ഇന്ന് ആ സ്ഥലത്തേക്ക് നോക്കിയാൽ വെള്ളമല്ലാണ്ട് വേറൊന്നും കാണുകയില്ല. ഞങ്ങളുടെ വീടൊക്കെ ഒരു വശം കുത്തി നിൽക്കുകയാണ്. എൻ്റെ വീട് ഒരു വശം ഇപ്പോൾ ജനകീയ സമരസമിതിയുടെ പ്രവർത്തകരിപ്പോൾ വന്ന് എല്ലാ വീടും കയറി ഇറങ്ങി അവർ അതിന് വിലയിരുത്തി അത് ഫോട്ടോ എടുത്ത് ഞങ്ങളെ സഹായിക്കണത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ സമരസമിതിയാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും ഞങ്ങളെ വിളിക്കുമ്പോൾ വരാനുള്ള അവരേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ ഇവിടെ പല രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ജനങ്ങളുണ്ട്. അവരാരും ഇവിടെ തിരിഞ്ഞു നോക്കാറേയില്ല. ഞങ്ങളെ ഏത് സമയം ഇപ്പോൾ വന്നു പോയവരും ആ വന്നവരും എല്ലാവരും നീലകണ്ഠൻ സാർ ഉൾപ്പെടെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറേ ഒരു 3-4 മാസമായിട്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ചാലെടുക്കാൻ വന്നവൻ
പിന്നെ 5 വർഷത്തേക്ക് ഈ ചാലിൻ്റെ ഈ പാടശേഖരത്തിൻ്റെ അപ്പുറത്തൊരു സ്ഥിരം ചെമ്മിക്കെട്ട് 5 വർഷം ചെമ്മിക്കെട്ട് എടുത്തിട്ട് ഇറിഗേഷൻ വകുപ്പ് ഈ കൃഷിക്ക് സംരക്ഷണമായി ഭിത്തി കെട്ടിയതാണ് വെട്ടിപ്പൊട്ടിച്ച് അവിടെ നിന്ന് ഒരു വെള്ളം ഇങ്ങോട്ട് കയറ്റി ഞങ്ങളെ ഈ വീട് മുഴുവനും 8 മാസമായി ഈ വീട് മൊത്തം വെള്ളത്തിലാണ്. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി ഓടി നടക്കാൻ അങ്ങോട്ട് ഇപ്പുറം ഈ നമ്മളെ ഈ നിൽക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ഇന്നലെ വരെയും വെള്ളമായിരുന്നു. ഇപ്പോൾ ഈ തക്കം ഏകാദശി തക്കം വന്നപ്പോൾ ആ തക്കത്തിന് ഇറങ്ങിയ വെള്ളം ഇനി അവൻ ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഈ ചാൽ കോൺട്രാക്ടർ വെള്ളം കയറ്റി വിടും. ഇത് ഞങ്ങളിത് അനുഭവിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല. ഇവിടെ നിന്ന് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമുള്ളവർ ഇവിടെ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇതിനെങ്കിലും ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു കണ്ണു തുറന്ന് ഇവിടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വെള്ളം കയറ്റി ഇറക്കുന്നുള്ള വെള്ളം പൊക്കി നിർത്തിയെന്നുള്ള ആ സംവിധാനം ഉണ്ടാകാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് വെള്ളം ഇറക്കി നിർത്തണം. അതുപോലെ തന്നെ കൃഷി ഇനി വരും കാലങ്ങളിൽ കൃഷി ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേര് കുഞ്ഞപ്പൻ.